ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ടുണ്ടല്ലോ, കുറേ നാളുകളായി കുവൈറ്റിൽ വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പം നമുക്കിന്ന് ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട്. ഉണക്കമീൻ കിട്ടിയതല്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നോക്കിക്കേ, ആ ഉണക്കമീൻ വെച്ചിട്ട് നമ്മളിന്ന് കൊണ്ടക്കടല ഇട്ടിട്ടൊരു കറി വയ്ക്കാൻ പോകണം. അതായത് തമിഴർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ്, തമിഴർ കഴിക്കുന്ന കറിയാണ്. ഇന്നേ ഞാനിവിടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഇതുണ്ടല്ലോ പുളി, കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, ചെറിയ ഒരു സവാള, 2 പച്ചമുളക്. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ കറി ഉണ്ടാക്കാൻ പോണത്. പിന്നെ ലാസ്റ്റ് വേണം ഇച്ചിരി വെളിച്ചെണ്ണ നമുക്ക് തിളച്ച് എന്തോരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് അധികം എണ്ണയൊന്നും വേണ്ട, ഇത് വഴറ്റണ്ട, ഒന്നും വേണ്ട. ഇതിങ്ങനെ ഉണ്ടാക്കണതാണ്. പിന്നെ ഇത് അതിൽ കൂടെ 2 വെളുത്തുള്ളി, 2 ചീര വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ തേങ്ങ എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട്, അയ്യോ അത്രയും പോയി, ഫോൺ പിടിക്കാൻ ആരുമില്ല, തന്നെ പിടിക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് ഇത് ഫുള്ളെല്ലാം കൂടെ അടിച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ 2.5 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വെക്കാൻ അറിയാമല്ലോ അത്. അപ്പോൾ ഇത് അരച്ചിട്ട് വരാവേ. അപ്പോൾ ഇനി നമ്മുടെ ചട്ടിയിലോട്ട് അരച്ച് വെച്ചാൽ അരപ്പ് ഒഴിക്കാം. നമ്മുടെ അരപ്പ് അതിലോട്ട് ഒഴിക്കാം. പുളി ആവശ്യത്തിനുള്ള പുളി അതിനകത്തോട്ട് ഇടാം. പുളി ഇട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി അതിനകത്തോട്ട് ഇടാം കേട്ടോ. അതിൻ്റെ തക്കാളി ഇട്ട് കൊടുത്ത്, പച്ചമുളക് ഇട്ട്, ചെറിയ ഒരു സവാള ഇട്ട്, ഒരു വഴുതനങ്ങ, ഒരു ഉരുളക്കിഴങ്ങ്. ഇനി ഇത്രയും കൂടെ നന്നായിട്ട് ഇതിലും ഉണക്കമേലും ഉപ്പ് കാണും കേട്ടോ. ഇനി നമ്മളെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ 2ആയിട്ടൊന്ന് കുളന്നിട്ട് കൊടുക്കണം. ഇനി നമ്മളെ അരപ്പും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഉണക്കമീൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ തിളച്ചിട്ട് മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ ഉണക്കമീൻ. അത് അല്ലെങ്കിൽ പൊട്ടറ്റോ വേവില്ല. അപ്പോൾ നമുക്ക് അരപ്പ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് തിളക്കട്ടെ. മൂടി വെച്ച് അടച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഉണക്കമീൻ ഇടാം. ഉണക്കമീനും ഇടണം, കൊണ്ടക്കടല ഇടണം. ഇത് കൊണ്ടക്കടല നല്ലതായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പം ഇനി അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് കടലയിലോട്ട് ചേർക്കാം. അടുപ്പ് വെച്ച് നാളെ വെള്ളിയാഴ്ചയില്ലേ, ഇപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചേക്കും. നാട്ടിലെ ഉണക്കമീനാണ്, കൊഴിയാള. അതിൽ ഉപ്പ് കാണാൻ ചാൻസ് ഉണ്ടോ, ഒന്നുകൂടെ കഴുകണം. ഞാൻ കഴുകി വെച്ചിരുന്നതാണ്, എന്നാലും നമുക്ക് ഒന്നും കൂടി കഴുകിയെടുക്കാം. ഇടാൻ നേരത്തെ അരപ്പ് തിളയ്ക്കുമ്പോൾ കാണിക്കാവേ. മുളക് പൊടി ഇരുന്ന പാത്രത്തിൽ വെച്ചിരിക്കണതാണ്, വൃത്തിയില്ലാത്തതല്ല. അതിലോട്ട് മാറ്റിയെന്നേ ഉള്ളൂ, ഞാൻ കഴുകി വെച്ചത് തന്നെ. അത് നമ്മുടെ അരപ്പ് തിളച്ചുകൊണ്ടിരിക്കണം. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഉണക്കമീൻ അതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ആദ്യം പിന്നെ കൊണ്ടക്കടല ചേർത്ത് അതും കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഉണക്കമീൻ ലാസ്റ്റ് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതാണ്
ഉണക്കമീൻ കൊണ്ടക്കടലക്കറി, അവരുടെ കറിയാണ്. ചോറ് തിന്നാൻ ഫസ്റ്റ് കറിയാണ് കേട്ടോ. കറി തിള വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചേക്കുന്ന കടല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് കടല നല്ല ഞാൻ ഉപ്പിടില്ല, ഉപ്പിടാതെയാണ് കടല ഞാൻ വേവിച്ച് വെച്ചത്. നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം. എന്താണെന്ന് വെച്ചാൽ ഉണക്കമീനിൽ നല്ല ഉപ്പുള്ളതാണ്. അതേ നമ്മുടെ ഉണക്കമീൻ അതിനകത്തോട്ടിട്ട് കൊടുക്കാം. എല്ലാ ഉണക്കമീനും ഉണ്ട്, മിക്സ് ചെയ്തതാണ് എല്ലാം കൂടി. വാളമീൻ, വാള ഉണക്കാതെ, മത്തി ഉണക്കിയത്, പിന്നെ കൊഴിയാള, അതാണ് ഉണക്കമീൻ കൊണ്ടക്കടലക്കറി. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണത് കേട്ടോ. നല്ലതാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ കറി ഇത് കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണയുണ്ട്, അത് ഒരു ശകലം ലാസ്റ്റ് കട്ടി പിടിച്ചിരിക്കുന്നു ഇവിടെ തണുപ്പായതുകൊണ്ടേ. അത് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അടുത്തിനി സാമ്പാറിനുള്ളത് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. നാളെ വ്യാഴാഴ്ചയല്ലേ, കിച്ചണിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ പണി ഒതുക്കി വെച്ചാൽ പിന്നെ നാളെ കിച്ചണിലോട്ട് വരണ്ടല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചോറ് ഇട്ടിട്ടുണ്ട്. അവരുടെ കറിയും ചോറും അവരെല്ലാം നേരത്തെ ഉണ്ടാക്കി വെച്ചു. നമ്മുടെ കറി തിളയ്ക്കുന്ന കണ്ടിട്ട് തന്നെ നല്ലല്ലേ. നോക്കിയിട്ട് നമുക്ക് ഉപ്പൊന്ന് എങ്ങനെ ഉണ്ടാന്ന് നോക്കട്ടെ. ഉപ്പ് നോക്കണമെങ്കിൽ ഇനി ഫോൺ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് വേണം നോക്കാൻ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കറി, ഒരു കൈ കൊണ്ടെല്ലാം ചെയ്യുവാണ്. കുഴപ്പമില്ല, തവി വെച്ച് നോക്കാം. പിന്നെ ആ സ്പൂണ് കഴുകണമെന്നല്ലേ ഉള്ളൂ. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറി നമുക്ക് തുറന്ന് നോക്കാവേ. കറിയുണ്ടോ? നല്ല മണം വരുന്ന ഉണക്കമീനിൻ്റെയൊക്കെ. ഏതാണ്ട് റെഡി ആയിട്ടുണ്ടേ. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. കടല നോക്കിക്കേ, നല്ല മണം വന്നു. തുറന്നപ്പോഴേ നല്ലൊരു മണം. അപ്പോൾ ചോറ് കഴിക്കാൻ തോന്നണം. എൻ്റെ ചോറ് കുക്കറിലാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലോ? ശരി, ശകലം കട്ടിയായിപ്പോയി. പിന്നെ അതിനെ നമുക്ക് അടച്ചു വെക്കാം. അതവിടെ ഇരുന്ന് ചെറിയ തീയിലിരുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട് മണമൊക്കെ കേട്ടപ്പോഴേ. അപ്പോൾ ഇതാണ് നമ്മുടെ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണക്കമീൻ കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് ചോറ് കഴിച്ചു ശരിക്കും ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ, ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാൻ പോകണേ. എൻ്റെ കറി ഇപ്പോൾ റെഡിയായി. അടുപ്പ് ഓഫ് ചെയ്തു. അടച്ചു വെച്ചു. ഇത് പണ്ട് നമ്മുടെ പഴയ അമ്മമാരൊക്കെ ഉണക്കമീനൊക്കെ കിട്ടിയ പപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറികളുണ്ടാക്കി തരുമില്ലായിരുന്നു.
ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ വെച്ചതാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ കൂട്ടിയായിരുന്നേ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. എന്നും ഒരേ കറികൾ കൂട്ടിയിട്ട് നമ്മൾ മടുക്കത്തില്ലേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി സംഭവങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കാം. നമുക്ക് സമയം കിട്ടില്ല, അന്നേരം ഉള്ള സമയത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇനി ഇത് സാമ്പാറിന് അരി വെച്ചിരിക്കുന്നുണ്ട്, ഇനി സാമ്പാർ വയ്ക്കണം. അപ്പം നമ്മുടെ ചാനൽ നമ്മുടെ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.